Hi friends, welcome to Nishas Powerful Kitchen. In kitchen il chukkappa undakka namukku ready alle. Appo adinayittu video ilekku kadakkunnadinu munne ningal aadiyamayittana ende video kannunennil onnu subscribe cheyya. Adupole bell icon click cheyya ട്ടോ. Innu morning il 10 manikku ende video undayirikkum. Appo ellarum kaanuka. Appo adinu vendathu chukkappatinu vendathu nammal nannayittu podi vaatti edukka. Uppitta vellathil തിളച്ച വെള്ളം കൊണ്ട് പൊടി വാട്ടുക. പിന്നെ ചെറിയ ഉള്ളി വേണം, കരിഞ്ജീരകം വേണം. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ മൂത്ത് വരുമ്പോൾ അത് നമ്മൾ ഈ വാട്ടി വെച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കരിഞ്ജീരകമാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ ഒരു പലഹാരമാണ്. അപ്പോൾ കരിഞ്ജീരകം നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഇടുക. ഇനി നമ്മൾ ഈ പൊടിയിൽ അതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് ചൂടോടുകൂടി തന്നെ നമ്മളതൊക്കെ ഒന്ന് കുഴച്ച് എടുക്കണം. ഒന്നില്ലെങ്കിൽ വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് വാട്ടാം, അതല്ലെങ്കിൽ തിളച്ച വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന വെള്ളം പൊടിയിലേക്ക്, നൈസ് പൊടിയിലേക്ക് നമ്മൾ നൂൽപ്പിട്ടിനും പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പൊടിയിലേക്ക് ഒഴിച്ചിട്ട് വാട്ടുക, പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇനി അതുപോലെ നമ്മൾ നന്നായി കുഴച്ച് മയം വരുത്തിയതിന് ശേഷം ആ പൊടി ഇതുപോലെ റോള് ചെയ്ത് നീളത്തിലുള്ള പീസുകളാക്കിയിട്ട് മാറ്റുക. അത് നമുക്ക് ചെറിയ ചെറിയ കോയിൻസ് പോലെയുള്ള രൂപത്തിലാക്കി മാറ്റാനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തി ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് വെന്ത് കിട്ടാൻ, എണ്ണയിൽ കിടന്ന് വെന്ത് കിട്ടാനൊക്കെ പാടായിരിക്കും. നടുഭാഗമൊക്കെ വേവാതെ വരും. അപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ തിന്നായിട്ടാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്നിങ്ങനെ വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതെല്ലാം നമ്മളിതുപോലെ പ്രസ് ചെയ്ത് ഇതേ വലുപ്പത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മളിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഇത് പൊരിച്ചെടുക്കുന്നതിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം നിരത്തിയിട്ട് കൊടുക്കുക. ഈ കൂട്ടത്തിലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അതെല്ലാം വേറിട്ട് തന്നെ വരും. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ചില വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒന്നും ശരിയല്ല, അത് തെറ്റാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊന്നും വേവാതെ വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമ്മൾ വറുത്ത് കോരിയെടുക്കുക കേട്ടോ. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് എല്ലാം നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് ഇളക്കി, എന്താ പറയുക, ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊന്നും ചെയ്യരുത്. ഒന്ന് ചൂടായി കഴിഞ്ഞു എന്ന് തോന്നിയാൽ നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് വേറിടിച്ച് ഇളക്കി കൊടുക്കുക. പിന്നീട് അതിങ്ങനെ ഒരു കലകല സൗണ്ട് വരും, വളരെ ക്രിസ്പി ആയിട്ട് വരുന്ന സമയം. അത് തന്നെയാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ആ ഒരു ബ്രൗണിഷ് കളറൊക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ ചുക്കപ്പത്തിൻ്റെയൊക്കെ കളറ്. അപ്പോൾ ആ കളറിൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അടുത്തതും ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതേപോലെ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുക. ഒന്ന് എണ്ണയിൽ കിടന്ന് ചൂടാകുമ്പോൾ തന്നെ ഈ കട്ടി പിടിച്ച് കിടക്കുന്നതെല്ലാം ഒന്ന് വേറിട്ട് കിട്ടും. അതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് ഒരേപോലെ വേവിച്ചെടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ കുറച്ച് ക്ഷമയോടുകൂടി കുറച്ച് നേരം എടുക്കും കേട്ടോ അതായി കിട്ടാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു 6 വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.